US നിന്നും ഇസ്രയേലിൽ നിന്നും കിട്ടിയതൊന്നും പോരെ എന്ന് ഡൊണാൾഡ് ട്രംപ് അങ്ങോട്ട് ചോദിക്കുമ്പോൾ തിരിച്ച് പരിഹസിക്കുകയാണ് ഇറാന്റെ പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖൊമേനി. ആരെയാണ്? ഡൊണാൾഡ് ട്രംപിനെയാണ് പരിഹസിക്കുന്നത്. അമേരിക്ക നടത്തിയ ആക്രമണങ്ങളിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ നശിപ്പിക്കപ്പെട്ടു എന്ന ട്രംപിന്റെ വാദഗതിയും ഖൊമേനി തള്ളിയിരിക്കുന്നു. പിന്നാലെ ആണവ വിഷയത്തിൽ ഇനി അങ്ങോട്ടുള്ള ഒരു ചർച്ചയ്ക്കും ട്രംപിന്റെ സഹായം വേണ്ട, ട്രംപുമായി ഒരു ചർച്ചയ്ക്കേ ഇല്ലെന്നിപ്പോൾ ഇറാൻ തീരുമാനിച്ചിരിക്കുന്നു. അമേരിക്ക ഉണ്ടാക്കുന്ന കരാറൊക്കെ ഇറാന് പുറത്തു നടപ്പോൾ ഖൊമേനിയുടെ നിലപാട്. നോക്കിംഗ് പ്രതിഷേധങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ ഖൊമേനിയുടെ ഏറ്റവും ഒടുവിലത്തെ ട്രംപിനെതിരായ പരിഹാസം. ട്രംപിന് കഴിവുണ്ടെങ്കിൽ ആദ്യം ആ സമരങ്ങൾ അവസാനിക്കട്ടെ. ഓരോ ശനിയാഴ്ചയും അമേരിക്കയിൽ ഇറങ്ങേറുന്ന നോക്കിംഗ് പ്രതിഷേധ റാലികൾ ഇനിയൊരു തുടർ സംഭവമായി മാറുമെന്നാണ് ഖൊമേനി പറയുന്നത്. ട്രംപിന് കഴിവുണ്ടെങ്കിൽ ആദ്യം സമരക്കര ശാന്തമാക്കട്ടെ, എന്നിട്ട് മറ്റു രാജ്യങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടാമെന്നാണ് ഇപ്പോൾ ഖൊമേനി പറയുന്നത്. ട്രംപിന്റെ സ്വപ്നം മാത്രമാണ് ആക്രമണങ്ങളിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർന്നെന്നും ആണവ പദ്ധതികൾ അട്ടിമറിക്കപ്പെട്ടതെന്നും. ഒരു രാജ്യത്തിന് തങ്ങളുടെ ആണവ വ്യവസായം എന്താകണമെന്നും എങ്ങനെയാണെന്നും എന്ത് ചെയ്യണമെന്നും തീരുമാനിക്കാനുള്ള പരമാധികാരവും അവകാശവുമുണ്ട്. അത് വേണ്ടെന്ന് പറയാൻ ട്രംപിന് എന്ത് അവകാശമെന്നാണ് ഖൊമേനി ചോദിക്കുന്നത്. അമേരിക്കയ്ക്ക് ഖൊമേനി വക വലുതെന്തോ വരാനിരിക്കുന്നു എന്ന സൂചനയുണ്ട്. അമേരിക്കയ്ക്ക് മാത്രമല്ല, ഇസ്രായേലിനും എന്തോ വലുത് ഇറാനിൽ നിന്നും വരാനിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഖൊമേനി രണ്ടും കൽപ്പിച്ച് ട്രംപിനെ പരിഹസിച്ച് രംഗത്തിറങ്ങിയത്. ഇറാന്റെ പ്രധാന ആണവ കേന്ദ്രങ്ങളിൽ ബോംബുകൾ വർഷിച്ചതോടെ അവ പൂർണ്ണമായും പ്രവർത്തനരഹിതമായെന്ന് ട്രംപ് കഴിഞ്ഞ ആഴ്ചയും വീരവാദം പറഞ്ഞിരുന്നു. ഇതിന് ചുട്ട മറുപടിയായിട്ടാണ് ഖൊമേനിയുടെ കഴിഞ്ഞ ദിവസത്തെ മറുപടി. ജൂണിൽ ഇറാനും US 5 വട്ടം ആണവ വിരുദ്ധ സമാധാന ചർച്ചകൾ പൂർത്തിയാക്കിയിരുന്നു. അതിനുശേഷമാണ് അമേരിക്ക നൽകിയ ഉറപ്പുകളെല്ലാം ചതിയാണെന്ന് മനസ്സിലാക്കിയ ഇറാന് മുന്നിലേക്ക് US-ന്റെയും ഇസ്രായേലിന്റെയും വ്യോമാക്രമണം വന്നത്. ഈ ആക്രമണത്തിൽ അമേരിക്കൻ ബോംബർ വിമാനങ്ങൾ ഇറാനിലെ എല്ലാ ആണവ കേന്ദ്രങ്ങളും ബോംബിട്ട് നശിപ്പിച്ചെന്നായിരുന്നു ട്രംപിന്റെ അന്നത്തെ അവകാശവാദം. ഇപ്പോഴും ട്രംപ് പറയുന്നത് അതുതന്നെയാണ്. ഖൊമേനി പറയുന്നത് അങ്ങനെ ഒരു സംഭവമേ ഇല്ല, ഞങ്ങളുടെ ആണവ പദ്ധതികൾ വളരെ കൃത്യമായി മുറ പോലെ നടക്കുന്നുണ്ട്, ഞങ്ങളുടെ രാജ്യത്ത് ഒരു അരക്ഷിതാവസ്ഥയുമില്ല, ആണവ കേന്ദ്രങ്ങൾ തകർത്തതിൽ രാജ്യത്ത് മലിനീകരണവുമില്ല, ജനങ്ങൾക്ക് ജീവന് ഭീഷണിയോ ഒന്നുമില്ലെന്നും ഖൊമേനി വ്യക്തമാക്കുന്നുണ്ട്. ഇപ്പോൾ വന്ന റിപ്പോർട്ട് പ്രകാരം 7 ദശലക്ഷം ജനങ്ങൾ നിരവധി അമേരിക്കൻ സംസ്ഥാനങ്ങളിലായി ട്രംപ് എന്ന വ്യക്തിക്കെതിരെ പ്രതിഷേധിക്കുന്നുണ്ടെന്നാണ് ഖൊമേനി കളിയാക്കിയത്. നിങ്ങൾക്ക് ശരിക്കും കഴിവുണ്ടെങ്കിൽ അവരെ, സ്വന്തം ആൾക്കാരെ ശാന്തരാക്കാൻ ശ്രമിക്കണം. മറ്റു രാജ്യങ്ങളുടെ കാര്യത്തിൽ പിന്നീട് ഇടപെടാം, അതുവരെ മറ്റു രാജ്യങ്ങളുടെ കാര്യത്തിൽ ഇടപെടരുതെന്നാണ് ഖൊമേനി എക്സിൽ പറഞ്ഞത്. സാൻ ഫ്രാൻസിസ്കോയിലും ന്യൂയോർക്കിലും ലോസ് ആഞ്ചലസും ഉൾപ്പെടെ നിരവധി US സ്റ്റേറ്റുകളിൽ ട്രംപിനെതിരെ നടക്കുന്ന നോക്കിംഗ് പ്രതിഷേധങ്ങളുടെ സജീവ ചിത്രങ്ങളും ഖൊമേനി എക്സിൽ കുറിച്ചിട്ടുണ്ട്. അപ്പോൾ ഡൊണാൾഡ് ട്രംപിനെതിരെ വീണ്ടും അതിശക്തനായ ഒരു എതിരാളിയായി അയത്തുള്ള അലി ഖൊമേനി എന്ന ഇറാന്റെ പരമോന്നത നേതാവ് ഉയർന്നു വരികയാണ്. അമേരിക്കയിൽ രാജാക്കന്മാരില്ല, അധികാരം ജനങ്ങളുടേതാണെന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് കഴിഞ്ഞ ശനിയാഴ്ച ദശലക്ഷക്കണക്കിന് അമേരിക്കക്കാർ നിരത്തുകളിറങ്ങിയത്. അടുത്ത ശനിയാഴ്ചയ്ക്ക് വേണ്ടി അവർ കാത്തിരിക്കുകയാണ്. കാരണം ഒരാഴ്ചത്തെ ഇടവേള കൊടുത്തു. വീണ്ടും ഉണ്ടാകും ശനിയും ഞായറുമായി അമേരിക്കയിലെ അവധി ദിവസങ്ങളിൽ ജനങ്ങളുടെ നിരത്തിലിറങ്ങൽ. എന്തായാലും ചെറുപട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും വരെ ഇപ്പോഴും ട്രംപ് വിരുദ്ധ പ്രഖ്യാപനങ്ങൾ, പ്രക്ഷോഭങ്ങൾ, മുദ്രാവാക്യങ്ങളൊക്കെ ഉയരുകയാണ്. ട്രംപ് ഭരണകൂടത്തിന്റെ നടപടികൾ ജനാധിപത്യ വിരുദ്ധമെന്നാണ് അമേരിക്കക്കാർ തന്നെ പറയുന്നതെന്നും അത് തങ്ങൾ നേരത്തെ പറഞ്ഞാണെന്നും ഒരു രാജ്യത്തിന്റെ സുരക്ഷയോ അഖണ്ഡതയോ പരമാധികാരമോ കാത്തു സൂക്ഷിക്കാൻ സാധിക്കാത്ത ഡൊണാൾഡ് J. ട്രംപ് എന്ന അമേരിക്കൻ പരമാധികാരിക്ക് എന്ത് അധികാരമാണ്, എന്ത് അവകാശമാണ് ഇറാൻ എന്ന രാജ്യത്തിന്റെ പരമാധികാരത്തിലും ജനങ്ങളുടെ സുരക്ഷയിലും ചെന്ന് കൈ കടത്താൻ എന്നാണ് ഇപ്പോൾ അവിടുത്തെ പരമോന്നത നേതാവ് തന്നെ ചോദിക്കുന്നത്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച